വളരെ മനോഹരമായ കണ്ണിന് കുളിർമയാകുന്ന അധികമാരും ശ്രദ്ധിക്കപ്പെടാത്ത എത്തിപ്പെട്ടിട്ടില്ലാത്ത എന്ന് കരുതുന്ന വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ്. സ്ഥലത്തിന്റെ പേരൊന്ന് പറയാമോ? ജടായുപ്പാറ എന്ന് പറയും. എവിടെയാണ് ജടായുപ്പാറ? എവിടെയാണ്? ചടയമംഗലത്ത് നിന്നും ഏകദേശം 5 കിലോമീറ്ററിന് ഇപ്പുറത്തായിട്ടാണ്. ശരിക്കും കുറച്ച് ഉൾഭാഗത്തേക്ക് കയറി നിൽക്കുന്ന മനോഹരമായ പാറക്കൂട്ടങ്ങളുള്ള ഒരു സ്ഥലം. ഇവിടെ ഈ മനോഹരതയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീൻ ഏതാണ്? ഏത് പ്രകൃതി രമണീയമായ മലകളാണ്. മലകളിൽ തന്നെ പാറകൾ, ഒരുപാട് പാറകൾ, വളരെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോലെ കാണുന്ന ഒരുപാട് പാറകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ കല്ലുകൾ പറക്കി വെക്കുന്ന പോലെയാണ് ഇവിടെ പാറകൾ കൂട്ടം കൂടി കിടക്കുന്നത്. ഡെഞ്ഞിട്ടുടി മനോഹരമായ കാഴ്ചകളാണ് ചുറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പോൾ ശരിക്കും ഇവിടെ ഒരു ടൂറിസം പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ജടായുവിന്റെ ഒരു പ്രതിമ, ഒരു മൾട്ടിപ്ലക്സ് ആണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അതിന്റെ കണ്ണിലൂടെ നമുക്ക് ദൂരദർശിനി വെച്ച് ആകാശം വീക്ഷിക്കാനുള്ളൊരു പദ്ധതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെന്റ് ആസൂത്രണം ചെയ്യുന്നത്. പ്രശസ്തനായ സംവിധായകൻ രാജീവ് അഞ്ചലിന്റെ മകനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങളും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50% ഈ പദ്ധതി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആ പദ്ധതിയിലേക്ക്, ആ പ്രോജക്റ്റിലേക്കാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും മനോഹരമായ പുല്ലുകളാണ്. പക്ഷേ തൊട്ടാൽ കൈ ചൊറിയുമെന്ന് പരാതിയുണ്ട്. പുല്ലുകളൊക്കെ വൃത്തിയാക്കി വഴി സൗകര്യമാക്കണമെന്ന് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കണമെന്ന്. തീർച്ചയായും നമ്മൾ ഇപ്പോൾ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി കഴിയുമ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മിസ്റ്റർ റംജീദ് ആണ് ഫോട്ടോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് യാഥാർത്ഥ്യമായി കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഈ പാതയോരങ്ങളൊക്കെ വളരെ വൃത്തിയാകുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്ര നമ്മൾ ശരിക്കും ഈ പുൽക്കൂട്ടങ്ങളിലൂടെ നമ്മൾ ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിച്ചേരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു അനുഭൂതി നമുക്ക് ശരിക്കും ആ യാത്ര പാറയാണത്. അനുഭൂതി നമുക്ക് തീർച്ചയായിട്ടും അനുഭവിച്ചറിയാം. ഇനി ആ യാത്ര കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ വെച്ച് സന്ധിക്കാം. ഒരിച്ചിലും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. കാരണം ഈ പുല്ല് ചൊറിയുന്ന ടൈപ്പുള്ള ഒരു പുല്ലാണ്. എന്നിരുന്നാലും വളരെ മനോഹരമായ ഒരു കാഴ്ചകളാണ് നമ്മൾ ശരിക്കും പറഞ്ഞത്. കണ്ണിന് കാണുന്നത് അഡ്വഞ്ചറസ് ജേർണീസ് ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും മറ്റുള്ളവർക്കും ഏറ്റവും ഉതകിയ ഒരു പ്ലേസ് ആണ്. ദയവേത് നോമ്പ് പിടിച്ചുകൊണ്ട് മാത്രം ആരും ഇങ്ങോട്ട് വരരുത്.